എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചുറോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇതൊരു പേസ്ട്രിയാണ്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് സ്പെയിനിലും പോർച്ചുഗീസുമാണ്. ഇത് വന്നിട്ട് നമ്മൾ ഫുഡ് ഫെസ്റ്റിവലിന് പോകുമ്പോഴും അതുപോലെ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ ഈ ചുറോസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്റ്റോളുകൾ ഉണ്ടാകും. അപ്പം ചൂടോടെ ഇത് ഇങ്ങനെ ചോക്ലേറ്റ് സോസിൽ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അധികം താമസിയാതെ ചുറോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 125 ഗ്രാമാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്, പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതുപോലെ 2 ടേബിൾ സ്പൂൺ ബട്ടർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വാനില എസൻസ്, പിന്നെ 1 കപ്പ് വെള്ളം. 250 മില്ലിയുടെ കപ്പാണ് ഞാൻ ഉപയോഗിക്കുന്ന കപ്പ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ബട്ടറാണ്. ഉപ്പുള്ളതോ ഉപ്പില്ലാത്തതോ ആയിട്ടുള്ള ബട്ടർ എടുക്കാം. 30 ഗ്രാമാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 2-3 ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ വാനില ഷുഗർ ചേർത്താലും മതി. ഈ മിശ്രിതം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്, 125 ഗ്രാമാണ്. മൈദയും കൂടെ ചേർത്തിട്ട് കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ ഇപ്പോഴും ഓൺ തന്നെയാണ്. ഈ മൈദ നല്ല സോഫ്റ്റ് ഒരു മാവാകുന്നവരെ ഈ സ്പാറ്റില വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി വെക്കാം. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആദ്യം മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പതിയെ ഇത് നന്നായിട്ട് മിക്സ് ആയിക്കൊള്ളും. ചെറിയ ചൂടാണെന്നുണ്ടെങ്കിൽ കൈവച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു തവി വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് വരും. ഇനി നമ്മളിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുകയാണ്. ഞാനിവിടെ ഒരു സ്റ്റാർ നോസിൽ എടുത്തിട്ടുണ്ട്. സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടുന്നത്. പൈപ്പിംഗ് ബാഗിലേക്ക് നമ്മൾ മുഴുവൻ മാവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. കടകളിലൊക്കെ ഇത് ഡയറക്റ്റായിട്ട് എണ്ണയിലേക്ക് പൈപ്പ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. പക്ഷേ നമുക്കിത് വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു ബട്ടർ പേപ്പറിലെല്ലാം ഒന്ന് പൈപ്പ് ചെയ്തിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. ഇതിൻ്റെ മാവ് കുറച്ച് കട്ടിയിലാണ്, കുറച്ച് ബലം പ്രയോഗിച്ചിട്ടാണ് നമ്മളിത് പ്രസ് ചെയ്യേണ്ടത്. അപ്പം കൂടുതൽ കട്ടിയില്ലാത്ത പൈപ്പിംഗ് ബാഗ് ആണെന്നുണ്ടെങ്കിൽ 2 പൈപ്പിംഗ് ബാഗ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇഷ്ടത്തിനുള്ള നീളത്തിൽ നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലൊരു കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. കടകളിലൊക്കെ ഡയറക്റ്റ് എണ്ണയുടെ മുകളിലായിട്ടൊരു അച്ച് പോലെ ഒരു മെഷീൻ ഉണ്ടാവും. അതുവഴിയാണ് പൈപ്പ് ചെയ്യുന്നത്. കടകളിൽ ഉണ്ടാക്കുമ്പോൾ മൈദയും ഉപ്പും വെള്ളവും മാത്രമേ ഈ മാവിൽ ചേർക്കുള്ളൂ. ഇതിങ്ങനെ പൈപ്പ് ചെയ്യാനുള്ള എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടറും മുട്ടയൊക്കെ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. തന്നെയല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് ഒന്നുകൂടെ എക്സ്ട്രാ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പുറത്തുനിന്ന് കഴിച്ചതിനെക്കാട്ടിലും ടേസ്റ്റ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയപ്പോഴാണ് വന്നത്. അപ്പോൾ എല്ലാം ഇതുപോലെ പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 25 എണ്ണം ഉണ്ടാവും. ഇനി ഇത് നല്ല ചൂടുള്ള എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലല്ല നമ്മൾ തീ വെക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ ചുറോസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത് ഫ്രൈ ആകുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഇതിൻ്റെ സൈസൊക്കെ വലുതായി വരും. കൂടുതൽ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്താൽ അകംഭാഗം നന്നായിട്ട് വേവില്ല. അതുകൊണ്ടൊരു ചെറിയ തീയിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ സൈഡും ഒരേ കളറിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറം ആകരുത്, ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അതുകൊണ്ടൊരു നല്ലൊരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്ക് നമുക്കിത് കോരി മാറ്റാം. ഈ ഒരു പരുവത്തിൽ നമ്മൾ കോരി മാറ്റുന്നുണ്ട്. അങ്ങനെ 2 തവണകളായിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് തരിയോട് കൂടിയിട്ടുള്ള പഞ്ചസാരയിൽ കുറച്ച് സിനമൺ പൗഡർ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് കറുവപ്പട്ടയുടെ പൊടിയാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചൂടോട് കൂടി തന്നെ ആ ചുറോസ് നമുക്കിതിലൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കോട്ടായി കിട്ടും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ചോക്ലേറ്റ് സോസും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഷുഗറിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമാണ്. 1/2 കപ്പോ 1/4 കപ്പോ നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ്. 1/2 കപ്പ് തന്നെ ചോക്ലേറ്റ് ചിപ്സും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക. ഡബിൾ ബോയിൽ അല്ലാന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ ഒരു
50 സെക്കൻഡ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പീനട്ട് ബട്ടറും കൂടെ ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഒരു ടേസ്റ്റാണ്. ഞാനിവിടെ ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. പീനട്ട് ബട്ടറും കൂടെ ചേർത്തിട്ട് നമുക്കിത് മൈക്രോവേവിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടിയാണ് നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത്. ചോക്ലേറ്റ് സിറപ്പിന് പകരം നിങ്ങൾക്ക് കാരമൽ സിറപ്പും ഒക്കെ എടുക്കാവുന്നതാണ്. സിന്നമൺ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഷുഗർ മാത്രം കോട്ട് ചെയ്തെടുത്താലും മതി. ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. തണുത്ത് പോകുന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ചൂടാക്കിയിട്ട് കഴിച്ചാൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്